ദാഹത്തോടെ ആഗ്രഹിച്ച് ഈ കാലഘട്ടത്തിന്റെ ദൗർലഭ്യം, ശക്തിക്ഷയം, പരിശുദ്ധാത്മാവില്ലാത്ത മനുഷ്യരുടെ, പരിശുദ്ധാത്മാവില്ലാത്ത കുടുംബങ്ങളുടെ സാന്നിധ്യമാണ്. നാം ആത്മാവിൽ നിറഞ്ഞാൽ, നാം നമ്മുടെ കുടുംബങ്ങൾ ആത്മാവ് നയിക്കപ്പെട്ടാൽ, സഭയിൽ ആത്മാവിന്റെ ഉണർവ് വീശിയാൽ സഭയുടെ ചരിത്രം മാറി മറയും. അങ്ങനെയുള്ള ഒരു അന്ത്യകാലത്തിന്റെ അഭിഷേകത്തിലേക്ക് ആഗ്രഹത്തോടെ പാടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അഗ്നിയിലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് അഗ്നിയിലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നു നീ നിറയണമേ. കരങ്ങളുയർത്തി ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. രണ്ട് വശങ്ങളെ കരങ്ങളടിച്ച് ആടിപ്പാടി പ്രിയപരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരദാനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളിൽ നിറഞ്ഞ് സഭയെ നയിക്കുവാൻ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ നയിക്കുവാൻ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തണമേ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പന്തക്കുസ്തനാളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോലെ, പന്തക്കുസ്തനാളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോലെ, രോഗശാന്തി വരവും പ്രവചനവരവും ഭാഷാവരവും നൽകണമേ. രോഗശാന്തി വരവും പ്രവചനവരവും ഭാഷാവരവും നൽകണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി റൂഹായേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 4:31 പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. ആത്മാവ് കൊടുത്ത ഭാഷണം അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവേ തീരായി ഇറങ്ങി വരണമേ. Glory Jesus, hallelujah. Glory Jesus, hallelujah. 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 പുതിയൊരു ജീവൻ, പുതിയൊരു ഹൃദയം ആത്മാവേ എന്നിൽ നൽകണമേ. പുതിയൊരു ജീവൻ, ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നിൽ നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. അറിവിൻ വരവും ജ്ഞാനവരവും വിവേകത്തിൻ നിറവും നൽകണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. പാടാം. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി പാടാം. ആത്മാവേ റൂഹായേ എന്നിൽ നിറയണമേ. ആമേൻ. ആത്മാവേ
പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആത്മാവ് നിറയാനുള്ള നമ്മുടെ ആഗ്രഹം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളുടെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ബൈബിളിലെ ദാനിയേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഒരു സൂസന്നയുടെ കഥ വിവരിക്കുന്നുണ്ട്. അതിൻ്റെ ചുരുക്കം ഇതാണ്. യവാക്യം എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ ഭാര്യ ആയിരുന്നു സൂസന്ന. സുന്ദരി ആയിരുന്നു, ധനികരായിരുന്നു അവർ. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ധാരാളം ആളുകൾ വരുമായിരുന്നു. അവരിൽ 2 പേരെ അവിടെ ന്യായാധിപന്മാരായിട്ട് നിയമിച്ചു. അവർ കേസുകൾക്കെല്ലാം വിധി പറയും. ഈ 2 ന്യായാധിപന്മാർക്ക് സൂസന്നയോട് അടുപ്പം തോന്നി. സൂസന്ന ഇത് അറിയുന്നില്ല, അവർക്ക് അടുപ്പം തോന്നി. എങ്ങനെയെങ്കിലും സൂസന്നയുമായി വ്യഭിചാരം ചെയ്യണമെന്ന് അവരാഗ്രഹിച്ചു. സൂസന്ന എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് വീടിനോട് അനുബന്ധിച്ചുള്ള തോട്ടത്തിൽ ഉലാത്താൻ പോകുമായിരുന്നു. അപ്പം അത് ന്യായാധിപന്മാർ കണ്ടിരുന്നു. സൂസന്ന അറിയാതെ അവരാ ഉദ്യാനത്തിൽ പോയി മറഞ്ഞിരുന്ന് സൂസന്ന തനിച്ചായപ്പോൾ അവളുടെ അടുത്തെത്തി അവളോട് പറഞ്ഞു, നമുക്ക് വ്യഭിചരിക്കണം. സൂസന്ന സമ്മതിച്ചില്ല. അപ്പോൾ അവരെ ഒച്ച വെച്ചപ്പോൾ സൂസന്ന ബഹളമുണ്ടാക്കി, നിലവിളിച്ചു. അത് കേട്ട് ജവാക്കബിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളെല്ലാം ഓടിക്കൂടി വന്നു. അപ്പോൾ ഈ 2 ന്യായാധിപന്മാർ ജനങ്ങളോട് പറഞ്ഞു, സൂസന്ന ഒരു പുരുഷനുമായിട്ട് വ്യഭിചരിക്കുന്നത് ഞങ്ങൾ കണ്ടു. അവൻ ഭയങ്കര തടിമിടുക്കുള്ളവനായിരുന്നു. അതുകൊണ്ട് അവനെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അവൻ ഓടിപ്പോയി. അങ്ങനെ സൂസന്നയുടെ മേല് വ്യഭിചാര കുറ്റം ആരോപിച്ചു. യഹൂദ നിയമമനുസരിച്ച് വ്യഭിചാര കുറ്റം ചെയ്യുന്നവരെ കൊല്ലണം. അങ്ങനെ 2 ന്യായാധിപന്മാർ കൂടി കേസ് വിസ്തരിക്കാതെ സൂസന്നയെ കൊല്ലാൻ വിധിച്ചു. അങ്ങനെ സൂസന്നയെ കൊല്ലാനായിട്ട് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൂസന്ന പറഞ്ഞ 2 വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഒന്നാമത്തെ വാചകം ഇങ്ങനെയാണ്: ദൈവമേ, എല്ലാ വിധത്തിലും ഞാൻ പെട്ടുപോയി, ഞാൻ അകപ്പെട്ടു പോയി എല്ലാ വിധത്തിലും. എന്നുവെച്ചാൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു ഊരാക്കുടുക്കിൽ, ഒരു പ്രതിസന്ധിയിൽ ഞാൻ അകപ്പെട്ടു പോയി. രണ്ടാമത് കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ അല്പം കഴിഞ്ഞ് സൂസന്ന പറഞ്ഞത് എങ്ങനെയാണ്: ദൈവമേ, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കെങ്കിലും അറിയാമല്ലോ. ഞാൻ നിരപരാധിയാണെന്ന് നിനക്കെങ്കിലും അറിയാമല്ലോ. സൂസന്ന അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ ആത്മാവ് ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ദാനിയേൽ എന്ന ഒരു ബാലൻ്റെ ആത്മാവിനെ ഉണർത്തി. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതനായ ദാനിയേൽ എന്ന പയ്യൻ അവിടെ ജനക്കൂട്ടത്തോട് പറഞ്ഞു, നമ്മുടെ നിയമമനുസരിച്ച് കേസ് വിസ്താരം കൂടാതെ ഒരാളെ കൊല്ലാൻ വിധിക്കാൻ വകുപ്പില്ല. പക്ഷെ സൂസന്നയെ നിങ്ങൾ കൊല്ലാൻ വിധിച്ച് കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവളെ വിസ്തരിച്ചിട്ടല്ല. അതുകൊണ്ട് കൊല്ലാൻ പറ്റില്ല, അവളെ വിസ്തരിക്കണം. 2 ഭാഗവും കേൾക്കട്ടെ. അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി കേസ് വിസ്തരിച്ചു. ഈ ദാനിയേൽ എന്ന കുട്ടി എല്ലാവരെയും വിസ്തരിച്ച് ഈ 2 ന്യായാധിപന്മാർ പറഞ്ഞത് കള്ളമാണെന്നും സൂസന്ന
നിരപരാധിയാണെന്നും തെളിയിച്ചു. അങ്ങനെ സൂസന്നയെ വെറുതെ വിടുകയും ഈ 2 ന്യായാധിപന്മാരെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് ജനം അപ്പോൾ വിളിച്ചു പറയുന്ന 3-ാമത്തെ ഒരു ബൈബിൾ വാചനമുണ്ട്. അതിങ്ങനെയാണ്: തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ചു. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ചു. 3 വാചകങ്ങൾ. 1, എല്ലാ തരത്തിലും ഞാൻ പെട്ടുപോയി. 2, ദൈവമേ, ഞാൻ നിരപരാധിയാണെന്ന് നീയെങ്കിലും അറിയുന്നുണ്ടല്ലോ. മറ്റാരും അറിയുന്നില്ല, മറ്റാരും മനസ്സിലാക്കുന്നില്ല. പക്ഷേ ദൈവമായ നീയെങ്കിലും ഞാൻ നിരപരാധിയാണെന്ന് അറിയുന്നുണ്ടല്ലോ. 3, ജനങ്ങൾ പറഞ്ഞതാ, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ പെട്ടുപോയ മനുഷ്യർ ഒരു സൂസന്ന മാത്രമൊന്നുമല്ല. അകപ്പെട്ടു പോയവർ, പെട്ടുപോയവർ ബൈബിളിൽ തന്നെയുണ്ട്. സിംഹക്കുഴിയിൽ പെട്ടുപോയ ഒരു ദാനിയേലിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അഗ്നികുണ്ഡത്തിൽ പെട്ടുപോയ 3 യുവാക്കളെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ പെട്ടുപോയ ഒരു യോനായെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. കുറ്റിക്കാട്ടിൽ പെട്ടുപോയ ഒരു ഏലിയായെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. തളർന്ന് മരച്ചുവട്ടിൽ തളർന്ന് കിടക്കുന്ന ഒരു ഏലിയായെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ഹെസക്യ എന്ന മരിക്കാറായ രാജാവിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. ഏക മകൻ മരിച്ച നായിബിലെ വിധവ പെട്ടുകിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാരാഗ്രഹത്തിൽ അകപ്പെട്ട അപ്പോസ്തലന്മാർ അവിടെ പെട്ടുകിടക്കുമ്പോൾ കയറുമുയർത്തി സ്തുതിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിലുണ്ട്. ഓരോരോ സാഹചര്യത്തിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ പെട്ടുപോയവർ. ഇനി നമ്മുടെ ഇടയിലേക്ക് വന്നാലും നമ്മുടെ ഇടയിലും ഈ പെട്ടുപോയ മനുഷ്യർ ധാരാളമുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. കഥകളൊന്നുമല്ല, യഥാർത്ഥ സംഭവങ്ങളാണ്. 1, കുടുംബത്തിൽ എല്ലാവരും രോഗികളായതുകൊണ്ട് പെട്ടുകിടക്കുന്ന ഒരു സിസ്റ്ററിനെ എനിക്കറിയാം. വീട്ടിലെല്ലാവരും രോഗികളാണ്, നോക്കാൻ ആളില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്, ഈ സിസ്റ്റർക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പെട്ടുകിടക്കുന്ന ഒരു സിസ്റ്റർ. നേഴ്സിങ്ങിന് ഒരു പേപ്പർ പലതവണ എഴുതിയിട്ടും തോറ്റുകിടക്കുന്ന ഒരു യുവതിയെ അറിയാം. 3 മക്കളും ബുദ്ധിമാന്യമുള്ളവരായ മാതാപിതാക്കളെ അറിയാം. ഡയാലിസിസിൻ്റെ പ്രയാസങ്ങളും സാമ്പത്തിക ഭാരവും കാരണം പെട്ടുകിടക്കുന്ന കിഡ്നി രോഗികളെ അറിയാം. വിവാഹം കഴിഞ്ഞ് പല വർഷങ്ങളായിട്ടും ഒന്നിച്ച് താമസിക്കുവാൻ സൗകര്യം കിട്ടാത്ത ദമ്പതികളെ അറിയാം. കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ പെട്ടുപോയവരെ അറിയാം. കടക്കണിയിൽ പെട്ടുപോയവരെ അറിയാം. ജീവിത പങ്കാളിയുടെ ചതിയിൽപ്പെട്ട് പെട്ടുപോയവരുണ്ട്. കാമുകൻ്റെ കാമുകിയുടെ ചതിയിൽ പെട്ടുപോയവരുണ്ട്. ജോലിയുമില്ല, കൊടുത്ത പണവും തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. തെറ്റിദ്ധാരണകൾ മൂലം പെട്ടുപോയവരുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ട് രക്ഷപ്പെടാനാകാതെ പെട്ടുപോയവരുണ്ട്. യുദ്ധക്കെടികൾ മൂലം പ്രയാസങ്ങളിൽ പെട്ടുപോയവരുണ്ട്. അപകടങ്ങൾ മൂലം അംഗവൈകല്യം വന്ന് പെട്ടുപോയവരുണ്ട്. ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം അംഗവൈകല്യം വന്ന് പെട്ടുപോയവരുണ്ട്. വളരെ ചെറുപ്പത്തിലെ ജീവിത പങ്കാളി മരിച്ച് തനിച്ചോ ചെറിയ മക്കളോ ആയി തനിച്ച് കഴിയുന്ന വ്യക്തികളുണ്ട്. മക്കൾ നോക്കാത്തത് മൂലം പെട്ടുപോയ മാതാപിതാക്കളുണ്ട്. മക്കളാരും കൂടെയില്ലാത്തതിനാലും മാറാ രോഗങ്ങളാലും പെട്ടുപോയവരുണ്ട്. ജീവിത പങ്കാളിയുമായി ഒരു വിധത്തിലും പൊരുത്തപ്പെടാൻ കഴിയാതെ കുരുക്കിൽപ്പെട്ടുപോയവരുണ്ട്. പലതവണ എഴുതിയിട്ടും IELTS അല്ല OET പരീക്ഷ തോറ്റുകിടക്കുന്നവരുണ്ട്. മക്കൾ വഴിമറ്റതുമൂലം പെട്ടുപോയവരുണ്ട്. ദുശ്ശീലങ്ങളിലും തഴക്കദോഷങ്ങളിലും വീണ് രക്ഷപ്പെടാനാകാതെ പെട്ടുകിടക്കുന്നവരുണ്ട്. വിവാഹം നടക്കാതെ പെട്ടുകിടക്കുന്നവരുണ്ട്. ദുഷ്ടാരൂപിയുടെയും മന്ത്രവാദത്തിൻ്റെയും കൂടോത്രത്തിൻ്റെയും ബന്ധനങ്ങൾ പെട്ടുപോയവരുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ കാരണം വീടും വരുമാനമാർഗങ്ങളും നഷ്ടപ്പെട്ട് പെട്ടുകിടക്കുന്നവരുണ്ട്. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ രക്ഷപ്പെടാനാവാത്ത ഉരാക്കുരുക്കിൽ പെട്ടുകിടക്കുന്ന
ധാരാളം മനുഷ്യർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനും ഇപ്പോൾ പെട്ട് കിടക്കുക. 2-3 പ്രശ്നങ്ങൾ കാരണം ഞാനും ഇപ്പോൾ പെട്ട് കിടക്കുക. അതുകൊണ്ടായിരിക്കും എനിക്കിത് നിങ്ങളോട് പറയാൻ തോന്നുന്നത്. പെട്ട് കിടക്കുന്ന അവസ്ഥ നമുക്കൊക്കെ തന്നെയും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, ഈ സൂസന്ന നിരവധിയായിട്ടും പെട്ടുകിടക്കുമ്പോൾ, കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ അവർ ഒറ്റവാചക പ്രാർത്ഥന നടത്തി, ദൈവമേ, ഞാൻ നിരപരാധിയാണെന്ന് നിനക്കെങ്കിലും അറിയാമല്ലോ. ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ കാതുകളിലെത്തി. ദൈവം അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ അയച്ച് ദാനിയേൽ എന്ന കൊച്ചു ബാലൻ്റെ ഹൃദയത്തെ ഉയർത്തി. ആ ബാലൻ അവിടെ ഇടപെട്ട് ആ കേസ് വിസ്തരിക്കാൻ കാരണമുണ്ടാക്കി സൂസന്നയെ വെറുതെ വിട്ടു. എന്നിട്ട് ഇത് കണ്ട ജനം പറയുകയാണ്, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെ പല വിധത്തിൽ പെട്ടുകിടക്കുക. സഹായിക്കാൻ ആരുമില്ല, സ്വയം രക്ഷപ്പെടാൻ വഴിയില്ല. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരാണ്, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാ. പല കാര്യത്തിലും പല കേസിലും നമ്മൾ നിരപരാധികളാണെന്ന് ദൈവത്തിനെങ്കിലും അറിയാം. ഇവിടെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദാനിയേലിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി അഭിഷേകം ചെയ്യും. ഏതെങ്കിലും ഒരു ദാനിയേലിൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഉണർത്തി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കാരണമാക്കും. അതുകൊണ്ട് അവരും സഹായിച്ചില്ല, ഇവരും സഹായിച്ചില്ല, മറ്റൊരു സഹായിച്ചില്ല, ഇതൊക്കെ ശരിയാണേലും ദൈവത്തിന് ഏതെങ്കിലും ഒരു ദാനിയേലിനെ, എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരുപക്ഷെ ഒരു കുട്ടിയായിരിക്കാം, ഒരു പ്രായം ചെന്ന ആളായിരിക്കാം, ഒരു അപരിചിതനായിരിക്കാം, ഒരു വഴിപോക്കനായിരിക്കാം, ഒരു പരിചയം മാത്രമുള്ളൊരു വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും ഒരു ദാനിയേലിൻ്റെ ഹൃദയത്തെ ഉണർത്തി നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും. ഈ ഒരു പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ഒരു വിഷയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്നവരായ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്താണ്? തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ പെട്ടുകിടക്കുന്ന അവസ്ഥകളെയും കാരണങ്ങളെയെല്ലാം നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾ അല്പസമയം കണ്ണുകൾ അടച്ച് ഒന്ന് നിശബ്ദമായിട്ടിരിക്കാമോ? നിശബ്ദതയിലിരിക്കാമോ? വേറൊന്നും ആലോചിക്കരുത്. ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ പെട്ടുകിടക്കുന്ന അവസ്ഥയാണോ നിങ്ങൾക്ക്? നിങ്ങളിപ്പോൾ പെട്ടുകിടക്കുന്ന അവസ്ഥയിലാണോ? ആണെങ്കിൽ നിങ്ങൾ പെട്ടുകിടക്കുന്ന പ്രധാന വിഷയങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3 വിഷയങ്ങൾ നിങ്ങൾ പെട്ടുകിടക്കുന്ന വിഷയങ്ങൾ കാണും. അത് മാറാരോഗമായിരിക്കാം, അത് സാമ്പത്തിക തകർച്ചയായിരിക്കാം, അത് ഞാൻ ഇവിടെ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും പ്രശ്നമായിരിക്കാം, ഇതിലൊന്നിലും പെടാത്ത പ്രശ്നങ്ങളുമായിരിക്കാം. നമ്മൾ പെട്ടുകിടക്കുന്ന വിഷയങ്ങൾ നമ്മൾ പെട്ടിരിക്കുന്ന അവസ്ഥയെ ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മളെല്ലാം പ്രത്യാശ വെച്ചിരിക്കുന്ന ദൈവത്തിലാണ്, കർത്താവായ ദൈവത്തിലാണ്. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുവാൻ, കരുണ കാണിക്കാൻ ദൈവം അവസരം കണ്ടെത്തും. ആ ദൈവത്തെയാണ് അവിടെയുള്ള ജനങ്ങൾ സ്തുതിച്ചത്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ പെട്ടുപോയിരിക്കുന്ന അവസ്ഥകളെ, ആ വിഷയങ്ങളെ, ആ കാരണങ്ങളെ ഒന്നിപ്പോൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവേ, ഇന്ന കാര്യങ്ങളിലാണ്, ഇന്ന വിഷയങ്ങളിലാണ് ഞാനിപ്പോൾ പെട്ടുകിടക്കുന്നത്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല ദൈവമേ. ഒരുപാട് കാലമായി ഞാനിങ്ങനെ പെട്ടുകിടക്കുകയാണ്. കർത്താവ്, എനിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു ദാനിയേലിൻ്റെ ആത്മാവിനെ നീ ഇപ്പോൾ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ സമയത്ത്, ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കുവാൻ വേണ്ടി, എനിക്ക് നീതി നടത്തി തരാൻ വേണ്ടി, ഞാൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി കർത്താവായ ദൈവമേ, ഏതെങ്കിലും ഒരു ദാനിയേലിൻ്റെ ആത്മാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയിലൂടെ ദൈവമേ, എനിക്ക് നീതി നടത്തി തരണമേ. ഞാൻ വിട്ടുപോയ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ. ദാനിയേലിന്റെ അടുത്തേക്ക് ഹബക്കൂക്കിനെ അയച്ചതുപോലെ കർത്താവേ,
തീച്ചുളയിൽ പെട്ടാ കിടക്കുന്ന മക്കളുടെ അടുത്തേക്ക് മാലാഖയെ അയച്ചതുപോലെ കർത്താവ് ഇതുപോലെ ഏതെങ്കിലും ഒരു ദൈവദൂതനെ, ഒരു മാലാഖയെ, ഒരു ദാനിയേലിനെ എന്നെ രക്ഷിക്കുവാനായിട്ട്, എന്നെ മോചിപ്പിക്കുവാനായിട്ട് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കാം. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഇത് സ്വന്തം കാര്യമാണ്, ഇത് സ്വന്തം കാര്യമാണ്. പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം രക്ഷിക്കാൻ വേണ്ടി ദൈവത്തോട് നടത്തുന്ന നിലവിളിയാണ്. കർത്താവെ, എല്ലാ വിധത്തിലും ഞാൻ പെട്ടുപോയിരിക്കുന്നുവെന്ന് കർത്താവിനോട് പറ. അഥവാ കർത്താവെ, ഇന്ന കാര്യങ്ങളിൽ ഞാൻ പെട്ടുപോയിരിക്കുന്നു, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എനിക്കെന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. കർത്താവെ, എന്നെ രക്ഷകനായി നീ തന്നെ കടന്നു വരണമേ. ഏതെങ്കിലും ഒരു ദാനിയേലിനെ നീ ഉണർത്തണമേ. നിന്റെ ആത്മാവിനെ ഉണർത്തി എന്റെ രക്ഷയ്ക്കായിട്ട് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തുതി, യേശുവേ നന്ദി. കർത്താവെ, ഹൃദയം തുറന്ന്, അധരം തുറന്ന് ഞങ്ങൾ തന്നെ വിളിക്കട്ടെ, ഞങ്ങൾ തന്നെ വിളിക്കട്ടെ. ഞങ്ങൾ നിന്നിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല, വിളിച്ച് പ്രാർത്ഥിക്കാൻ മറ്റൊരു ദൈവമില്ല. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, നീയാണ് ദൈവം, നീയാണ് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവം. കർത്താവെ, സ്വർഗത്തിൽ നിന്ന് കരങ്ങൾ നീട്ടി ഞങ്ങളെ രക്ഷിക്കണമേ. ആരെയെങ്കിലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിന്ന് ഉണർത്തണമേ, ആരെയെങ്കിലും അയക്കണമേ. ഏതെങ്കിലും മാർഗത്തിലൂടെ ഞങ്ങൾ പെട്ടുപോയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി, ഹൃദയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. കർത്താവേ, ദാനിയേലിന്റെ സൂസനയുടെ പ്രാർത്ഥന കേട്ട് ആ നിമിഷം തന്നെ ദാനിയേലിനെ ആത്മാവിനെ ഉയർത്തതുപോലെ കർത്താവേ, ഞങ്ങളുടെ നിലവിളി കേട്ട്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഏതെങ്കിലും വ്യക്തികളെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി നീ ഉണർത്തണമേ. ഈ രാത്രിയിൽ ഈ ദിവസങ്ങളിൽ ഉണർത്തണമേ. അവരിലൂടെ ഒരു ജീവിതത്തിലേക്ക് രക്ഷയായി കടന്നു വരട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, തെറ്റുകൾ പൊട്ടട്ടെ, പീഡകൾ വിട്ടുപോകട്ടെ, കുഷ്ഠജന്തുക്കളുടെ ഉപദ്രവങ്ങൾ മാറിപ്പോകട്ടെ, കടക്കണികൾ മാറിപ്പോകട്ടെ, മാറാ രോഗങ്ങൾ വിട്ടുപോകട്ടെ, മനുഷ്യന്റെ മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, കുടുംബത്തിന് സമാധാനമുണ്ടാകട്ടെ, പരീക്ഷകൾ പാസ്സാകാനും ജോലികളുണ്ടാകട്ടെ, കടബാധ്യത നീങ്ങിപ്പോകട്ടെ, കൊടുത്ത കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ അവസരമുണ്ടാകട്ടെ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ നന്ദി. ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ആത്മാവ് ഉണരട്ടെ, ആത്മാവ് ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിക്കട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, യേശുനാമത്തിൽ വിടുതലുണ്ടാകട്ടെ, ആത്മാവിന്റെ അഭിഷേകത്തെ വിടുതലുണ്ടാകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ, രക്ഷകാ രക്ഷിക്കണേ. നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു
ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. കരങ്ങൾ ഉയർത്തി അതരം തുറന്നൊന്ന് വിളിക്കാമോ? യേശുവേ. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊള്ളുക. യേശുവിൽ ഒഴുകുന്ന സൗജന്യമായ വിടുതലും രക്ഷയും ഇതാ നമ്മളിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഹാല 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 അരിങ്കബാബാരീഷ് ജീസസ് ജീസസ്. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോ കരമടിച്ച് നമ്മെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. വാതിലുകൾ അടയുമ്പോൾ ചെങ്കടൽ പിളർന്നതുപോ നമ്മെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങളും ഉയർത്തി എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നമ്മൾ ലജ്ജിച്ചു പോകയില്ല. വിശ്വാസത്തോടെ തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. ദയവായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ടൊരു ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 11:40 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും. വിശ്വസിച്ചാൽ, നല്ല വചനം. അടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ച് മുഖത്ത് നോക്കി ഈ വചനം ഒന്ന് പരസ്പരം അഭിഷേകമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി കരങ്ങളൊന്ന് ദയവായി ചേർത്ത് പിടിച്ച് പെട്ടെന്ന് വിശ്വസിച്ചാൽ, അയ്യോ, നിങ്ങൾ പറയുന്ന കേട്ടാൽ തന്നെ അടുത്തിരിക്കുന്ന ആളുടെ വിശ്വാസം കൂടെ പോകും. ധൈര്യപൂർവ്വം പറഞ്ഞേ, വിശ്വസിച്ചാൽ. വിശ്വസിച്ചാൽ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിരിച്ചോണ്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 37:4 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നല്ല വചനമല്ലേ? ആ വചനം അഭിഷേകമായി തരാൻ കരങ്ങളടിച്ചൊന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. അടുത്തിരിക്കുന്ന ആളൊക്കെ ഈ വചനമൊന്ന് അഭിഷേകമായി കൈമാറാം. കർത്താവിൽ, ഉറക്കെ പറഞ്ഞേ, കർത്താവിൽ ആനന്ദിക്കുക, ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഒന്നുകൂടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം വിശ്വസിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സത്യമുണ്ട്. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്.
നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിൻ്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകനായ ഏശയ്യായിലൂടെ ഇങ്ങനെ ഒരു വചനം, ഒരു വാക്ക് കടന്നു വന്നു. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവം നമ്മോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് മത്തായി സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം ഇങ്ങനെ തിരുമൊഴിയായി അവിടുത്തെ അധരങ്ങളിൽ നിന്ന് വന്നു. അത് ഇപ്രകാരമാണ്: യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. എന്നും കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇന്നലകളിൽ തൻ്റെ ജനത്തിൻ്റെ കൂടെ പാലസ്തീനായിലൂടെ ഇറങ്ങി നടന്നവൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് പറഞ്ഞ് വലുതരം ഉയർത്തി, എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ നല്ല അവസരങ്ങളിൽ മാത്രമല്ല, സാഹചര്യങ്ങൾ വിരുദ്ധമായി എനിക്ക് നിങ്ങൾക്കും അനുഭവവേദ്യമാകുന്ന കാലയളവിലും കാലത്തിലും ദിവസങ്ങളിലും ഈ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്രകാരമുള്ളത് ധ്യാനിച്ചെടുക്കും. ഒന്ന്, ദാനിയേലിൻ്റെ സിംഹക്കുഴിയിൽ ഇറങ്ങിയ ദൈവം കൂടെ ദാനിയേലിന് കൂടെ അനുഭവപ്പെടുകയാണ്. അഗ്നിയിൽ എറിയപ്പെട്ട യുവാക്കളുടെ കൂടെ നമ്മുടെ കർത്താവ് ഇറങ്ങിച്ചെന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുനീരിലും നമ്മുടെ രോഗ അവസ്ഥകളിലും കുടുംബത്തിലെ അസമാധാനമായ അന്തരീക്ഷത്തിലും ഒരു കാര്യം നമ്മൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം: എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അല്പസമയം കൂടെയുള്ള കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണമേ, ഈ നൈറ്റ് വ്യൂവിൽ രാത്രിയിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങളെ മാനിക്കുന്ന, ഉയർത്തുന്ന, സൗഖ്യപ്പെടുത്തുന്ന അത്ഭുത സമയത്തേക്ക് നാം ഓരോരുത്തരും കടന്നു വരികയാണ്. ഈ ലോകത്ത് എവിടെയായിരുന്നാലും ഈ ആരാധനയിൽ നിങ്ങൾ ഹൃദയപൂർവ്വം പങ്കെടുക്കണം. ഹൃദയപൂർവ്വം എൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവിനെ ഒന്ന് അനുഭവിക്കണം, ഒന്ന് കാണണം. ഈ ആഗ്രഹത്തോടെ ഈ തുടർന്നുള്ള ആരാധനകളിൽ നിങ്ങൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. യെശയ്യാ 60:20 വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. ഈ രാത്രിയിൽ ആരാധനയിൽ കൂടെ നിൽക്കുന്ന, കൂടെ നടക്കുന്ന, കൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കരം ഇന്ന് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രതിസന്ധിക്ക് വേണ്ടി നീട്ടപ്പെടുന്ന രാത്രിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ കുടുംബത്തിലായിരിക്കുന്നവര് എവിടെയെങ്കിലും ആണെങ്കിൽ യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലോ ഏതെങ്കിലും മീഡിയയിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര് ഉറച്ച് വിശ്വസിക്കുക. ഒരുപക്ഷെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടാകാം. ജീവിതം എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും, ഇങ്ങനെ ഭയം പിടികൂടിയവരുണ്ടാകാം, ഒരു പ്രതീക്ഷയില്ലാത്തവരുണ്ടാകാം. ഓർത്തുകൊള്ളുക, നിന്റെ വിലാപങ്ങളെ ഇന്ന് ഒപ്പിയെടുക്കുന്ന, അവയെ ആനന്ദ നൃത്തമാക്കി മാറ്റുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ കർത്താവിനെ വിളിക്കാൻ ഈ രാത്രി അല്പസമയം നമ്മൾ വേർതിരിച്ചാൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമെല്ലാം അനുഭവിച്ചറിയാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, ഒരു വചനം ഇങ്ങനെ ആത്മാവ് പറയുന്നു. 145-ാം സങ്കീർത്തനം 18-ാം തിരുവചനം: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്ന നമ്മുടെ കർത്താവ് ഈ രാത്രി നിന്റെ അടുക്കലുണ്ട്. രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തുക. നിങ്ങൾ എവിടെയാണല്ലോ ആ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് മറ്റാരെയും ശ്രദ്ധിക്കാതെ കരമുയർത്തി, സ്വരമുയർത്തി, എല്ലാം മറന്ന് അടുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്നും ശ്രദ്ധിക്കാതെ ഒന്ന് യേശുവേ എന്നൊന്ന് വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചോ, ആരാധിച്ചോ.
ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. കരങ്ങളൊന്നടിച്ച് ആനന്ദിച്ച് കരമൊന്ന് ഉയർത്തിയടിച്ച് ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വായി തുറന്ന് സ്വരമുയർത്തി വിളിച്ച് യേശുവേ, യേശുവേ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കാലുകളൊന്നും ഇങ്ങനെ ഒന്ന് മാറ്റി ചവിട്ടുകയെ ഒന്ന് ചലിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ സഹോദരങ്ങൾ ദയവായി സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തിച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. വിശ്വാസത്തോടെ ആമേൻ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തിച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാമേ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. കാലുകളൊന്ന് മാറ്റി ചവിട്ടി നന്നായി ചലിച്ചുകൊണ്ട് ദയവായി സഹോദരങ്ങൾ കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുക. എല്ലാം മറന്ന് ആരാധിച്ചേ. കർത്താവ് നമ്മുടെ കൂടെ, നമ്മുടെ കണ്ണീരിൽ ഇറങ്ങി വരുന്നവൻ, നമ്മുടെ രോഗക്കിടക്കയിൽ ഇറങ്ങി വരുന്നവൻ. കൂട്ടിനായാരും കൂടില്ലെന്നെങ്ങാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും.
കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനയും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ ഒരിക്കൽ കൂടെ തന്നുള്ള കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വിശ്വാസത്തോടെ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്താൽ വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുണ്ട്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കൂടെയുള്ള കർത്താവിന്റെ ശക്തി ഇതാ ഇറങ്ങുന്നു. സാന്നിധ്യം ഇതാ കുടുംബങ്ങളിൽ ഇറങ്ങുന്നു. നമ്മുടെ ഭയത്തിന്റെ മേഖലയിൽ ഇറങ്ങുന്നു. നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഭയത്തിന്റെ, ആകുലതയുടെയും ദുഃഖബന്ധനങ്ങളുടെയും പീഡകളിലേക്ക് ഇതാ കർത്താവ് ഇറങ്ങുന്നു. ഒന്ന് വിളിച്ചേ, യേശുവേ. വായ് തുറന്ന്, വായ് തുറന്ന്, വായ് തുറന്ന് ദൈവമഹത്വം ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു. വിളിച്ചോ, വിളിച്ചോ. കുടുംബങ്ങളിലുള്ളവരെ വിളിക്കുക, രോഗികളായിരിക്കുന്നവരെ വിളിക്കുക, ഭയത്തിന് അടിമപ്പെട്ടവരെ വിളിക്കുക. യേശു കൂടെയുണ്ട്. കരങ്ങൾ താഴ്ത്തി ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കൂടെ ഇറങ്ങി നിൽക്കുന്ന എൻ്റെ കർത്താവ് ഇതെന്നെ സ്പർശിക്കുന്നു. നീ രോഗിയാണെങ്കിൽ, ഭയത്തിന് അടിമപ്പെട്ടവനാണെങ്കിൽ, ആ ഭയത്തിൻ്റെ കെട്ടുകളെല്ലാം അഴിക്കാൻ കഴിവുള്ളവൻ അവനാണ് നമ്മുടെ കർത്താവ്. അവൻ പരമ പരിശുദ്ധനാണ്. അവൻ്റെ പരിശുദ്ധി കൊണ്ട്, അവൻ്റെ കൃപ കൊണ്ട് ഈ രാത്രി നമ്മളെ ഓരോരുത്തരെയും അവിടെ അനുഗ്രഹിക്കുന്നു. കൃപയുടെ സിംഹാസനമായ കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധിയും സ്നേഹവും നമ്മൾ നിറയട്ടെ. അവൻ്റെ കൃപ നമ്മളിൽ നിറയുമ്പോൾ സകല ഭയങ്ങളും സകല അന്ധകാരങ്ങളും നമ്മളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്നും, നമ്മുടെ തലമുറയിൽ നിന്നും അകന്നു പോകും. വിശ്വാസത്തോടെ കർത്താവായ അങ്ങയുടെ പരിശുദ്ധി കൊണ്ടും അങ്ങയുടെ സ്നേഹം കൊണ്ടും ഈ രാത്രിയിൽ എന്നെ നിറയ്ക്കണമേ, എന്നെ സന്ദർശിക്കണമേ. ചേർന്ന് അല്പസമയം കൂടി നമുക്ക് നിന്നുകൊണ്ട് തന്നെ അല്പം ത്യാഗത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടണം, അനുഭവിക്കണം, ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കുടുംബങ്ങളായിരിക്കുന്നവർ ശ്രദ്ധിക്കുക. കർത്താവ് ഇറങ്ങി വരുന്ന ദിവസമാണ്. ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കുക. സങ്കീർത്തകനായ ദാവീദ് 61-ാം സങ്കീർത്തനം 2-ാം തിരുവചനം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്നു. ഹൃദയം തകർന്ന ഞാൻ, ഒരുപക്ഷെ നീ ഹൃദയം തകർന്ന വ്യക്തിയാകാം. രോഗത്തെ ഓർത്ത്, സാമ്പത്തിക പ്രതിസന്ധി ഓർത്ത്, നാളുകളായി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭയത്തിൻ്റെ മേഖലയോർത്ത്, എന്ത് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് മാറാത്ത ചില രോഗങ്ങളുടെ പിന്നിൽ ഒരു ഭയത്തിൻ്റെ അടിമത്തം നിനക്കുണ്ടോ? ഇതാ സങ്കീർത്തനം പറയും: ദൈവമേ, എന്നെ അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ഈ രാത്രിയിൽ നിനക്കപ്രാപ്യമായ ജീവിത പ്രതിസന്ധിക്ക് മുകളിൽ നിന്നെ കയറ്റി നിർത്താൻ നിന്റെ കർത്താവ് നിന്റെ രോഗക്കിടക്കയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നു. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് അടുപ്പിച്ച് എല്ലാവരും ചേർന്ന് ആരാധിക്കുക. പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കൃപയിൻ ഉറവിടമേ, ആശ്വാസദായകനേ,
ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഹൃദയം തുറന്ന് നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ തിരുകൃപ മതി എനിക്ക്. ഒരിക്കൽ കൂടി പാടുന്നു. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. കരങ്ങൾ താഴ്ത്തി നെഞ്ചോട് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ലോകത്തെ ജയിക്കാൻ, പാപത്തെ വെറുക്കാൻ, സാത്താനെ ജയിക്കാൻ കർത്താവ് ഈ രാത്രി ഞങ്ങളുടെ കൃപ എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ. ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിയിടുവാ തിരുകൃപ മതി എനിക്ക്. ഹൃദയം കൊണ്ട് പാടി ആരാധിക്കാം. ജീവിതയാത്രയിൽ ഭാരങ്ങളേറിടുമ്പോൾ തളരാതെ ഓടിയിടുവാൻ തിരുകൃപ മതി എനിക്ക്. കരങ്ങൾ സാവധാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. കരങ്ങൾ താഴ്ത്തി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും അകൃപയ്ക്കായി ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയെ തികച്ചിടുവാ വിശ്വാസം കാത്തുകൊള്ളുവാ എന്നോട്ടം മൂടി തികപ്പാ തിരുകൃപ മതി എനിക്ക്. വിശുദ്ധിയെ തികച്ചിടുവാൻ വിശ്വാസം കാത്തുകൊള്ളുവാൻ എന്നോട്ടമോടി തിരുകൃപ മതി എനിക്ക്. തിരുകൃപ മതി എനിക്ക്. ദാഹത്തോടെ ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതിയല്ലോ. നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്.
കൊണ്ട് ഈ കൃപ നിറയാൻ വേണ്ടി ഒരിക്കൽ കൂടി കർത്താവിനെ വിളിക്കുന്നു. തിരുകൃപ മതി എനിക്ക് ഈ മരുയാത്രയതിൽ, തിരുകൃപ മതി എനിക്ക്. ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ ഇരുന്ന് ദൈവത്തിന് നന്ദി പറയാം.